നവാഗതനായ ടോമി മട്ടി സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ ചിത്രമാണിത്. ടൊവിനോ തോമസും നീരജ് മാധവ്, രൂപേഷ് പീതാംബരൻ, ഗായത്രി സുരേഷ് ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കൺമുന്നിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ദേഹത്തോടുന്ന അതേ ചോര തന്നെ ഞങ്ങളുടെ ദേഹത്തോടുന്നത്. ആ ചോരയിൽ നിന്ന് ഇവിടെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ചിരിക്കും. ക്യാമ്പസ് രാഷ്ട്രീയം പ്രമേയമായിട്ടുള്ളൊരു ചിത്രമാണിതെന്നാണ് നമുക്ക് ട്രെയിലറിൽ നിന്നും അതിൻ്റെ പരസ്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ. സിനിമയിൽ എന്താണുള്ളതെന്ന് നമുക്ക് കണ്ടതിന് ശേഷം മനസ്സിലാക്കാം. സോ ലെറ്റ്സ് വാച്ച് ദ മൂവി. ക്യാമ്പസ് അടിച്ചു പൊളിക്കണം. രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിനാളം, രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിനാളം. അടിപൊട്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു പ്രേമം. എന്താ പ്രശ്നം? എന്താ രൂപേഷ മരത്തല്ലണം. ചങ്കുറപ്പുള്ള കേസ്കിന്റെ പിള്ളേരുണ്ടെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിലേക്ക് വാടാ. മഹാരാജാസ് കോളേജിലെ KSU ആയിരുന്നു ആദ്യം ഭരിച്ചിരുന്നത്. ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പേര് KSQ എന്നാണ്. SFIക്ക് പകരം SFY എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ചോര വീഴ്ത്തിയിട്ടാണെങ്കിൽ നമ്മൾ നേടിയത്. എന്റെ സ്വാതന്ത്ര്യം ഞാൻ മുടി വളർത്തും, മീശയും വളർത്തും. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ക്യാമ്പസിൽ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഗൂസ് ബംസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ക്യാമ്പസ് രാഷ്ട്രീയ ചിത്രങ്ങളിൽ ഏറ്റവും നല്ല ചിത്രമായി മെക്സിക്കൻ അപാരത മാറുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു യൂത്ത് കോളേജിൽ പഠിക്കുന്ന ആളുകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. എങ്ങനെയാണ് കോളേജ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. താങ്ക് യു.